ഇടവണ്ണയിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം സാറ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, CPA ജംഗ്ഷൻ, CPA കോംപ്ലക്സ്, എടവണ്ണ. സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി, എടവണ്ണ, എടവണ്ണപ്പാറ, അരീക്കോട്, മഞ്ചേരി, നിലമ്പൂർ. വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ്. എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സീതി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ. അരഞ്ഞിക്കൽ ഗ്രാനൈറ്റ് യൂണിറ്റ്, പത്തപ്പിരിയം, എടവണ്ണ. ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ അൽമദീന ഗ്രാനൈറ്റ് മെറ്റൽ, പന്നിപ്പാറ, തൂവക്കാട്. ബ്രദേഴ്സ് ഗ്രാനൈറ്റ് യൂണിറ്റ് മെറ്റൽസ്, പാലപ്പറ്റ. തമിഴ്നാട്ടിലെ പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രമായ ഊട്ടിയിൽ അതിശൈത്യം. തലൈക്കുണ്ട പ്രദേശത്ത് താപനില 1 ഡിഗ്രി സെൽഷ്യസായി കുറഞ്ഞു. പ്രദേശത്ത് താമസിക്കുന്നവരുടെ ദൈനംദിന ജീവിതത്തെ കഠിനമായ തണുപ്പ് ബാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 10 ദിവസമായി നീലഗിരി ജില്ലയിൽ മഞ്ഞുവീഴ്ച തുടരുകയാണ്. ഈ പ്രദേശത്തു കൂടിയുള്ള യാത്രയും അങ്ങേയറ്റം ദുഷ്കരമായി മാറി. സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി കാമരാജസാഗർ അണക്കെട്ടിന് സമീപമുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിൽ നിന്ന് വിനോദസഞ്ചാരികൾക്ക് വനം വകുപ്പ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 10 ദിവസമായി നീലഗിരി ജില്ലയിൽ മഞ്ഞുവീഴ്ച തുടരുകയാണ്. ബൊട്ടാണിക്കൽ ഗാർഡൻ, കാതൽ, തലൈക്കുണ്ട, അവലാഞ്ച് തുടങ്ങിയ പ്രദേശങ്ങളിൽ വ്യാപകമായ തണുപ്പാണ് അനുഭവപ്പെട്ടത്. ആയിരക്കണക്കിന് ആളുകൾ ദിവസവും തലൈക്കുണ്ട പ്രദേശത്തേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് മാത്രമല്ല, കേരളം, കർണാടക തുടങ്ങിയ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി ആളുകളാണ് തണുപ്പ് അനുഭവിക്കാനായി ഊട്ടിയിലെ വിവിധ ഇടങ്ങളിലേക്ക് എത്തുന്നത്. മുൻകരുതൽ നടപടിയായി വനം വകുപ്പ് നിരോധനം ഏർപ്പെടുത്തിയതോടെ അർദ്ധരാത്രി മുതൽ തലൈക്കുണ്ട പ്രദേശത്ത് കാഴ്ചകൾ കാണാൻ എത്തിയ വിനോദസഞ്ചാരികൾക്ക് കാമരാജ് സാഗർ അണക്കെട്ട് പ്രദേശത്തേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. ഇതോടെ ആളുകൾ ദൂരെ നിന്ന് റോഡരികിൽ ഒത്തുകൂടി കാഴ്ചകൾ ആസ്വദിച്ച് മടങ്ങി. തണുപ്പ് കാരണം സംസാരിക്കാൻ പോലും ബുദ്ധിമുട്ടാണെന്നാണ് വിനോദസഞ്ചാരികൾ പറയുന്നത്. വാഹനങ്ങൾക്കും വീടുകൾക്കുമെല്ലാം മുകളിൽ മഞ്ഞ് കാണപ്പെടുന്നു. കഠിനമായ മഞ്ഞുവീഴ്ച കാരണം ഉദയ്പൂരിലെ ഏറ്റവും കുറഞ്ഞ താപനില -0.1 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു.